കനത്ത ചൂടുള്ള ഒരു ഉച്ചസമയ തിരുവനന്തപുരം നഗരത്തിലെ ഒരു ആഡംബര ജ്വല്ലറിക്കു മുന്നിൽ ഒരു കറുത്ത ആഡംബര കാർ നിർത്തി. കാറിൽ നിന്നിറങ്ങിയത് രാജീവ് എന്ന സുന്ദരനായ വമ്പൻ ബിസിനസ്സുകാരനായിരുന്നു. അയാളുടെ വസ്ത്രങ്ങളും ഭാവവും അഹങ്കാരത്തെയും ലോകത്തോടുള്ള പുച്ഛത്തെയും വിളിച്ചോതി. പെട്ടെന്ന് പണക്കാരനായ രാജീവിനെ കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു. റോഡ് മുറിച്ചുകടക്കാൻ ഒരുങ്ങുമ്പോൾ കീറിയ വസ്ത്രങ്ങളും ഊന്നുവടിയുമായി ഒരു വയസ്സായ മനുഷ്യൻ അവന്റെ അടുത്തേക്ക് വന്നു. "മോനെ, ക്ഷമിക്കണം. എനിക്ക് കുറച്ച് പണം വേണം, എന്റെ ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാൻ," അയാൾ പതുക്കെ പറഞ്ഞു. രാജീവ് അയാളെ തുറച്ചുനോക്കി പുരികമുയർത്തി. ആ നിമിഷം രാജീവ് തന്റെ കൈ ഉയർത്തി അധ്യാപകന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ആ അടിയുടെ ശബ്ദം എല്ലാവരെയും ഞെട്ടിച്ചു. അധ്യാപകനൊന്ന് ആടി, പക്ഷേ വീണില്ല. ഊന്നുവടിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, "നിന്നോട് ഞാൻ കരുണയല്ലാതെ മറ്റൊന്നും ചോദിച്ചിട്ടില്ല. ഈ പണം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നിന്റെ കയ്യിൽ നിന്ന് എനിക്കതൊന്നും വേണ്ട." എന്നിട്ട് പതുക്കെ അവൻ നടന്നുപോയി. അതുവഴി പോവുകയായിരുന്ന ഒരു യുവാവ് തന്റെ മൊബൈൽ ഫോണിൽ ആ സംഭവം പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. പണം ചോദിച്ചതിന് അധ്യാപകന്റെ മുഖത്തടിച്ച് കോടീശ്വരൻ എന്ന തലക്കെട്ടിൽ ആ വീഡിയോ കാട്ടുതീ പോലെ പ്രചരിച്ചു. "എന്തൊരു ഹൃദയമാണിത്! പണം ഒരു മനുഷ്യനെയും ഉണ്ടാക്കുന്നില്ല" എന്ന കമന്റുകളാൽ സോഷ്യൽ മീഡിയ നിറഞ്ഞു. അതേസമയം രാജീവ് തന്റെ ഗ്ലാസ് നിറഞ്ഞ ഓഫീസ് മുറിയിലിരുന്ന് കാപ്പി കുടിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് വീഡിയോയെക്കുറിച്ച് അവനെ അറിയിച്ചു. രാജീവ് അത് കണ്ടപ്പോൾ പുച്ഛത്തോടെ നെടുവീർപ്പിട്ടു. ഒരു യാചകൻ. നാളെയോടെ എല്ലാം ശാന്തമാകും. പക്ഷേ അയാൾക്ക് തെറ്റി. പിറ്റേന്ന് രാവിലെ മാധ്യമപ്രവർത്തകർ അവന്റെ കമ്പനിയുടെ കെട്ടിടത്തിന് മുന്നിൽ തടിച്ചുകൂടി. ചോദ്യങ്ങളുമായി പാഞ്ഞെടുത്ത അവരോട് രാജീവ് നോ കമന്റ്സ് എന്ന് പറഞ്ഞ് കാറിൽ കയറിപ്പോയി. കാറിനുള്ളിൽ അവന്റെ ഫോൺ നിരന്തരം മുഴങ്ങി. പങ്കാളികൾ, ബോർഡ് മെമ്പേഴ്സ്, വലിയ ക്ലയന്റുകൾ എല്ലാവരും മീറ്റിംഗുകൾ റദ്ദാക്കി. രാജീവ് ആദ്യമായി തന്റെ സമ്പത്ത് ഒരു സംരക്ഷണ കവചമല്ലെന്ന് മനസ്സിലാക്കി. അവന്റെ പണത്തിന് ക്ഷമ വാങ്ങാൻ കഴിയില്ല. PR മാനേജർ ഒരു ഫയലുമായി അവന്റെ ഓഫീസിലേക്ക് വന്നു. "സർണമുക്കൊരു വലിയ പ്രശ്നമുണ്ട്," അയാൾ പതുക്കെ പറഞ്ഞു. "ആശ മെഡിക്കൽ കമ്പനിയും റഫീഖ് ഗ്ലോബൽ കമ്പനിയും ഇടപാടുകൾ മരവിപ്പിച്ചു. ഒരു സന്നദ്ധ സംഘടന അപമാനത്തിന് കേസ് ഫയൽ ചെയ്തു." രാജീവ് ഞെട്ടി. മാനേജർ ശാന്തമായി പറഞ്ഞു, "സർ, നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം സംഭവിച്ചു തുടങ്ങിയത്." രാജീവ് സ്വയം ചോദിച്ചു, ഒരു അധ്യാപകൻ കാരണം എല്ലാം ഇങ്ങനെ മാറും? പക്ഷേ അവന്റെ മനസാക്ഷി മറുപടി പറഞ്ഞു, "അത് നിനക്ക് വേണ്ടിയാണ്. ഒന്നും ആലോചിക്കാതെ നീ ഉയർത്തിയ നിന്റെ കൈക്കു വേണ്ടിയാണ്." അന്ന് വൈകുന്നേരം രാജീവ് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസ്താവന പോസ്റ്റ് ചെയ്തു. "ഞാൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. എന്റെ പെരുമാറ്റം തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ ക്ഷമ ചോദിക്കുന്നു." എന്നാൽ ആ പ്രതികരണത്തിന് പുച്ഛം മാത്രമാണ് ലഭിച്ചത്. എന്ത് സമ്മർദ്ദമാണ് ഒരാളെ ഒരു അധ്യാപകന്റെ മുഖത്തടിക്കാൻ പ്രേരിപ്പിക്കുന്നത്? "പ്രസ്താവനയല്ല, ഞങ്ങൾക്ക് ആ അധ്യാപകനെ കാണണം," ആളുകൾ കമന്റ് ചെയ്തു. അതേസമയം കൊച്ചിയിലെ ഒരു പഴയ പ്രദേശത്തിൽ അജയ് എന്നൊരു ചെറുപ്പക്കാരൻ ആ അധ്യാപകനെക്കുറിച്ച് അന്വേഷിച്ചു നടന്നു. ഒരു കടയിലെ വയസ്സായ മനുഷ്യനോട് സംസാരിച്ചപ്പോൾ അധ്യാപകന്റെ പേര് സുരേഷ് എന്നാണെന്ന് അവൻ മനസ്സിലാക്കി. അദ്ദേഹം ഒരു അധ്യാപകനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നല്ലൊരു മനുഷ്യനുമായിരുന്നു. അജയ് ഒരു വീഡിയോ ഉണ്ടാക്കിയതിൽ സുരേഷിനെ കണ്ടെത്താൻ ആളുകളോട് ആവശ്യപ്പെട്ടു. ആ വീഡിയോ പെട്ടെന്ന് വൈറലായി. സുരേഷ് മാഷ് ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ അഭയം തേടിയിരുന്നു. നഗരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്കറിയില്ലായിരുന്നു. പക്ഷെ അവന്റെ പേര് പുലർകാല സൂര്യനെപ്പോലെ പ്രചരിക്കാൻ തുടങ്ങി. അതേസമയം രാജീവ് മങ്ങിയ മുഖത്തോടെ തന്റെ ഓഫീസിൽ ഇരുന്നു മാർക്കറ്റിംഗ് റിപ്പോർട്ടുകൾ കണ്ടപ്പോൾ അയാൾ ഞെട്ടി. ആളുകൾ അവന്റെ കമ്പനിയെ ബഹിഷ്കരിക്കാൻ തുടങ്ങി. അജ്ഞാതനായ ഒരു വ്യക്തിയിൽ നിന്ന് അവന്റെ ഇമെയിലിലേക്ക് ഒരു വീഡിയോയുടെ ലിങ്ക് വന്നു. അത് സുരേഷ് മാഷ് ഒരു വാതിലുണ്ടാക്കുന്ന പഴയ വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ സുരേഷ് മാഷ് പറഞ്ഞത്, "അഹങ്കാരിയാകരുത് മോനെ, പണം നിന്നെ ഒരു ദിവസം ഉയർത്തും. പക്ഷേ നീ ഓർക്കണം, അവസാനം എല്ലാവരും മണ്ണിലേക്ക് തന്നെയാണ് പോകുന്നത്" എന്ന് രാജീവ് ഓർത്തു. ചെറുപ്പത്തിൽ അച്ഛനോടൊപ്പം വർക്ക്ഷോപ്പ് സന്ദർശിക്കുമ്പോൾ സുരേഷ് മാഷ് പറഞ്ഞ വാക്കുകളായിരുന്നു അത്. അന്ന് രാത്രി രാജീവ് വലിയ കൊട്ടാരത്തിൽ ഒറ്റയ്ക്കിരുന്നു. അവൻ ആ വീഡിയോ വീണ്ടും കണ്ടു. അടിയുടെ സമയത്ത് സുരേഷിന്റെ പിന്നിലെ കാറിന്റെ ഗ്ലാസിൽ അവൻ അവന്റെ പ്രതിബിംബം കണ്ടു. അവന്റെ കണ്ണുകളിൽ അഹങ്കാരം, ക്രൂരത, ശൂന്യത എന്നിവയുണ്ടായിരുന്നു. "എത്ര മാസ്ക് ഞാൻ ധരിച്ചു, എത്ര യഥാർത്ഥ മുഖങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു?" അവൻ സ്വയം ചോദിച്ചു. അവന്റെ അച്ഛന്റെ വാക്കുകൾ അവൻ ഓർത്തു. "മോനെ, നീ എത്ര വലുതാകുന്നുവോ, നീ ആളുകളെ കാണുന്നത് നിർത്തുമ്പോൾ ആളുകൾ നിന്നെ കാണുന്നത് നിർത്താൻ തുടങ്ങും." പിറ്റേന്ന് രാവിലെ രാജീവ് ഡ്രൈവറോ പരിവാരമോ ഇല്ലാതെ സാധാരണ വസ്ത്രങ്ങൾ ധരിച്ച് സുരേഷ് മാഷിനെ തേടി നടന്നു. വഴിയിൽ ഒരു കോഫി ഷോപ്പിനടുത്ത് കൂടിയപ്പോൾ സുരേഷ് മാഷിനെ ഒരു പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന് അവൻ മനസ്സിലാക്കി. പഴയ ഇരുമ്പ് വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് കടന്നു.
അധ്യാപകൻ ഒരു മരക്കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ ജപമാല എടുത്തുപിടിച്ച് അടുത്തുള്ള മറ്റൊരു വയസ്സായ മനുഷ്യനെ നോക്കി പുഞ്ചിരിക്കുന്നു. രാജീവ് പതുക്കെ അടുത്തു. അധ്യാപകൻ അവനെ കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടില്ല. പകരം വളരെ ശാന്തമായി പറഞ്ഞു, "നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു." രാജീവ് തലകുനിച്ച് വിഷമത്തോടെ പറഞ്ഞു, "ഞാനിവിടെ വന്നത് ക്ഷമ ചോദിക്കാൻ മാത്രമല്ല, ഞാൻ തകർത്തത് ശരിയാക്കാനുള്ള ഒരു അവസരത്തിനു വേണ്ടിയാണ്." അധ്യാപകൻ അടുത്തുള്ള കസേരയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, "ഇരിക്കൂ, ആത്മാഭിമാനം വിൽക്കാൻ കഴിയില്ല, പക്ഷേ ഇവിടെ നിന്ന് അത് കെട്ടിപ്പടുക്കാൻ കഴിയും." അവർ രണ്ടുപേരും നിശബ്ദമായി അവരുടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. രാജീവ് പറഞ്ഞു, "ഞാൻ ആളുകളുടെ മുന്നിൽ താങ്കളോട് ചെയ്തത് ഒരു വലിയ തെറ്റാണ്." അധ്യാപകൻ മറുപടി പറയാൻ മടിച്ചില്ല. "വെള്ളം കൊണ്ട് കഴുകിയാൽ മാത്രം പോരാ, പ്രവൃത്തികൾ കൊണ്ടാണ്. നിനക്ക് നിന്റെ ഹൃദയം ശുദ്ധമാക്കണമെങ്കിൽ നീ ഉപേക്ഷിച്ചവരുമായി തുടങ്ങുക." രാജീവ് അത്ഭുതത്തോടെ ചോദിച്ചു, "എന്താണ് ഞാൻ ഉപേക്ഷിച്ചത്?" അധ്യാപകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നിന്റെ ചുറ്റുമുള്ള ആളുകൾ, നിന്റെ ജീവനക്കാർ, നിന്റെ പങ്കാളികൾ. നീ അവരിലൊരാളാണ് എന്ന് മറന്ന ദിവസം നീ അവരോട് അനീതി കാണിച്ചു." പിറ്റേന്ന് രാജീവ് തന്റെ ഓഫീസിലേക്ക് പോയി. എല്ലാവരുടെയും മുന്നിൽ നിന്ന് അവൻ പറഞ്ഞു, "തെരുവിൽ വെച്ച് ഞാൻ അടിച്ച ആ മനുഷ്യനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നതുപോലെ നിങ്ങളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ എന്നത് ജോലിയോ ശമ്പളമോ അല്ല, അത് ബഹുമാനിക്കപ്പെടേണ്ട ഒരു ആത്മാവാണ് എന്ന് ഞാൻ മറന്നുപോയിരുന്നു. ഈ ദിവസം മുതൽ ഈ കമ്പനിയെല്ലാം ശരിയാക്കാനുള്ള ഒരു പുതിയ തുടക്കമായിരിക്കും." കയ്യടികൾ മുഴങ്ങി. രാജീവ് സുരേഷ് മാഷിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പഴയ ഫയലുകൾ നോക്കി. അദ്ദേഹം ഒരു അധ്യാപകനും തയ്യൽക്കാരനുമായിരുന്നു, വിവേകത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു മനുഷ്യൻ. ഈ സാധാരണക്കാരൻ ഒരുതരം ഹീറോയാണെന്ന് രാജീവ് മനസ്സിലാക്കി. അതേസമയം രാജീവിനും അധ്യാപകനും തമ്മിൽ ഒരു രഹസ്യബന്ധമുണ്ടെന്ന് കിംവദന്തികൾ പരക്കാൻ തുടങ്ങി. ഈ രഹസ്യങ്ങൾ അന്വേഷിക്കുന്നതിനിടയിൽ രാജീവിന് നൂറിൽ നിന്ന് ഒരു അപ്രതീക്ഷിത കോൾ ലഭിച്ചു. "നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്," നൂറ് ദുഃഖം നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. സുരേഷിനൊരു മകനുണ്ടായിരുന്നു, പക്ഷേ വിധി അവരെ വേർപെടുത്തി. ആ അടി യഥാർത്ഥത്തിൽ സ്വന്തം നഷ്ടത്തെക്കുറിച്ചുള്ള ഒരു നിലവിളിയായിരുന്നു. നൂറിന്റെ വാക്കുകൾ രാജീവിന്റെ മനസ്സിൽ തുടർച്ചയായി കറങ്ങിക്കൊണ്ടിരുന്നു. സുരേഷ് മാഷിന്റെ നഷ്ടപ്പെട്ട മകനെ കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. അവൻ പോലീസ് സ്റ്റേഷനുകളിലും അനാഥാലയങ്ങളിലുമുള്ള പഴയ ഫയലുകൾ പരിശോധിച്ചു. ഒരു ദിവസം സുരേഷ് മാഷിന്റെ കണ്ണുകൾക്ക് സമാനമായ കണ്ണുകളുള്ള ഒരു കുട്ടിയുടെ ചിത്രം അവൻ കണ്ടെത്തി. ഒരു പാവപ്പെട്ട അയൽപ്പക്കത്ത് വെച്ച് കാണാതായ ഒരു കുട്ടിയെക്കുറിച്ചുള്ള വാർത്തയും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ ആ അയൽപ്പക്കത്തേക്ക് പോയി അവിടെയുള്ള ആളുകൾ വിജയ് എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് പറഞ്ഞു. അവൻ ഒരു ചെറിയ മരപ്പണിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. രാജീവ് മരപ്പണിക്കടയിൽ കയറിയവിടെ വിജയ് നിൽക്കുന്നുണ്ടായിരുന്നു. "നിങ്ങൾ വിജയാണോ?" രാജീവ് ചോദിച്ചു. "അതെ, ആരാണ് നിങ്ങൾ?" വിജയ് ചോദിച്ചു. രാജീവ് അവനോട് തന്റെയും സുരേഷ് മാഷിന്റെയും കഥ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിജയ് അത്ഭുതപ്പെട്ടു. വിജയ് പറഞ്ഞു, "എനിക്ക് എന്റെ അച്ഛനെ കാണണം, എനിക്ക് മുഴുവൻ സത്യവും അറിയണം." രാജീവ് പുതിയ ഒരു പ്രതീക്ഷയുമായി വീട്ടിലേക്ക് മടങ്ങി. രാജീവ് സുരേഷ് മാഷുമായി ബന്ധപ്പെട്ടു. അവന്റെ യാത്രയെക്കുറിച്ചും മകനുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും അവനെ അറിയിച്ചു. സുരേഷ് മാഷ് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. രാജീവ് ദരിദ്രരെ സഹായിക്കാൻ ഒരു പുതിയ സാമൂഹിക പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിൽ വിജയെയും സുരേഷ് മാഷിനെയും ഉൾപ്പെടുത്തി. നഗരം ഈ മാറ്റം ശ്രദ്ധിക്കാൻ തുടങ്ങി, പക്ഷേ ആ വഴി എളുപ്പമായിരുന്നില്ല. രാജീവ് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് കിംവദന്തികൾ പരക്കാൻ തുടങ്ങി. ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയിൽ ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞു, "ഈ മനുഷ്യൻ മാറിയിട്ടില്ല, അടി വെറും നാടകമായിരുന്നു." രാജീവ് 4 ഭാഗത്തുനിന്നും സമ്മർദ്ദം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അതേസമയം സുരേഷ് മാഷിൽ നിന്നും അവന്റെ മകനിൽ നിന്നും അകന്നു നിൽക്കുക, അല്ലെങ്കിൽ നീ വില നൽകേണ്ടിവരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി സന്ദേശം അവന് ലഭിച്ചു. പക്ഷേ രാജീവ് ഒരു വലിയ പാഠം പഠിച്ചിരുന്നു. സത്യം എന്തുതന്നെ ആയാലും അത് പറയണം. അന്ന് രാത്രി വിജയും സുരേഷ് മാഷും അവന്റെ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ ഒരുമിച്ചിരുന്നു. സുരേഷ് മാഷ് പറഞ്ഞു, "ശുദ്ധമായ ഹൃദയമുള്ളവർ കാറ്റിനെ ഭയപ്പെടില്ല, മറിച്ച് അതിൽ നിന്നും ശക്തി നേടുന്നു." രാജീവ് തന്റെ ഓഫീസിലിരുന്നു കണ്ണാടിയിൽ തന്റെ ചിത്രം നോക്കി. "ഞാൻ ആഗ്രഹിച്ച ആ മനുഷ്യനാണോ ഞാൻ?" അവൻ സ്വയം ചോദിച്ചു. അധ്യാപകനിൽ നിന്ന് കിട്ടിയ അടി അവന്റെ ജീവിതഗതിയെ മാറ്റിമറിച്ചു. അവൻ മാറ്റാൻ ആഗ്രഹിച്ച കാര്യങ്ങളുടെ ഒരു ലിസ്റ്റുണ്ടാക്കി. അവന്റെ ഹൃദയം പ്രതീക്ഷയും ദൃഢനിശ്ചയവും കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ സ്വയം പറഞ്ഞു, "ഞാൻ എന്റെ ഭൂതകാലത്തെ, എന്റെ ഭാവിയെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല, മാറ്റം ഞാനായിരിക്കും." രാജീവ് മുന്നോട്ടു പോകുമ്പോൾ അവന്റെ ശത്രുക്കൾ അവരുടെ യഥാർത്ഥ മുഖം കാണിക്കാൻ തുടങ്ങി. സ്വാധീനമുള്ള ചില ബിസിനസ്സുകാർ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി. രാജീവിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ കിംവദന്തികൾ പരത്താൻ അവർ തീരുമാനിച്ചു. പക്ഷേ രാജീവ് അത് മനസ്സിലാക്കി. അവനൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചു ചേർത്ത് തന്റെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ച്
തുറന്നു പറയാൻ തയ്യാറാണെന്നറിയിച്ചു. അവൻ പറഞ്ഞു, നമ്മളിനി നിശബ്ദരായിരിക്കില്ല. ഞങ്ങളുടെ പക്കൽ രേഖകളും തെളിവുകളുമുണ്ട്. നമ്മുടെ നിശബ്ദത വാങ്ങാൻ ചിലർ സംഭാവനകൾ നൽകിയെന്നിട്ട് അകത്തുനിന്ന് നമ്മുടെ പദ്ധതിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അവർ നമ്മുടെ സുഹൃത്തുക്കളല്ല, മാറ്റത്തിന്റെ ശത്രുക്കളാണ്. അങ്ങനെ അവർ പുതിയൊരു പോരാട്ടത്തിലേർപ്പെട്ടു. അവർ ആരംഭിച്ച പ്രതീക്ഷ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം. ആ രാവിലെ രാജീവ് തന്റെ ചുമലിൽ പുതിയൊരു ഭാരം അനുഭവിക്കാൻ തുടങ്ങി. അവന്റെ കൺമുമ്പിൽ സത്യം വ്യക്തമായിക്കൊണ്ടിരുന്നു. രാജീവ് തന്റെ ഓഫീസിലിരുന്നു ഫയലുകളും രേഖകളും പരിശോധിക്കുമ്പോൾ അവന്റെ ഫോൺ മുഴങ്ങി. നൂറിന്റെ ശബ്ദം അപ്പുറത്തുനിന്ന് വന്നു. അത് ശാന്തമായിരുന്നു, പക്ഷേ ഭയം നിറഞ്ഞിരുന്നു. നടക്കുന്നത് വെറും യാദൃച്ഛികമല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ബിസിനസ്സുകാർ മാത്രമല്ല നിങ്ങളെ നശിപ്പിക്കാൻ രഹസ്യമായി പ്രവർത്തിക്കുന്ന ശക്തികളുമുണ്ട്. നഗരത്തിലെ ചില സ്ഥാപനങ്ങളിലേക്കും രാജീവ് സുഹൃത്തുക്കളായി കരുതിയ ആളുകളിലേക്കും നീളുന്ന അഴിമതിയുടെയും കൃത്രിമത്തിന്റെയും ഒരു വലിയ ശൃംഖലയെ അവൾ കണ്ടെത്തിയിരുന്നു. രാജീവ് ഞെട്ടിനിരാശയും ഉണർവും കലർന്ന ഒരു വികാരം അവനുണ്ടായി. തന്റെ പോരാട്ടം പ്രതീക്ഷിച്ചതിലും കഠിനവും നീണ്ടതുമായിരിക്കുമെന്ന് അവൻ മനസ്സിലാക്കി. അന്ന് രാത്രി രാജീവും വിജയും സുരേഷ് മാഷും അവന്റെ വീട്ടിൽ ഒത്തുകൂടിയപ്പോൾ തുറന്നു സംസാരിക്കാൻ തീരുമാനിച്ചു. സുരേഷ് മാഷ് ദുഃഖം നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ ആ കോടീശ്വരന്റെ മുഖത്തടിക്കുകയായിരുന്നില്ല, മറിച്ച് പണത്തിനും അധികാരത്തിനും വേണ്ടി അനീതി നേരിട്ട എല്ലാവരെയും അടിക്കുകയായിരുന്നു. രാജീവ് വിജയെ നോക്കി പറഞ്ഞു, നമ്മൾ ഭൂതകാലത്തേക്കാൾ ശക്തരാവണം. നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരേക്കാളും ശക്തരാവണം. അവർ പൂർണ്ണ സത്യം പുറത്തുകൊണ്ടുവരാൻ തീരുമാനിച്ചു. രാജീവ് തന്റെ സാമൂഹിക പദ്ധതിയിൽ ഒരു യാത്ര നടത്തി. അവൻ തൊഴിലാളികളുടെ മുഖഭാവങ്ങൾ നേരിട്ട് നിരീക്ഷിച്ചു. ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റുന്നതിന് കാരണമാകുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അവൻ ആദ്യമായി മനസ്സിലാക്കി. അതേസമയം വിജയ് പഴയ കുടുംബ ഫയലുകൾ പരിശോധിക്കുന്നത് തുടർന്നു. ഒരു ദിവസം അവന്റെ അച്ഛന്റെ പഴയ രേഖകളിൽ മാർഗദർശി എന്നു പേരുള്ള ദുരൂഹമായ ഒരു വ്യക്തിയെക്കുറിച്ച് വിജയ് കണ്ടെത്തി. അവൻ ഒരു രഹസ്യമായ സാമൂഹിക സേവന ശൃംഖലയുടെ ഭാഗമായിരുന്നു എന്നു പറയുന്ന വ്യക്തി. അത് പാവപ്പെട്ടവരെയും ആവശ്യമുള്ളവരെയും രഹസ്യമായി സഹായിച്ചു. പക്ഷേ ആ ശൃംഖല പഴയ രാഷ്ട്രീയ പോരാട്ടങ്ങളിലും പങ്കാളിയായിരുന്നു. രാജീവ് തന്റെ പദ്ധതിയെ പിന്തുണയ്ക്കാൻ ചില സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഒരു പ്രധാന മീറ്റിംഗിനായി തയ്യാറെടുക്കുമ്പോൾ ഒരു അജ്ഞാത വ്യക്തിയിൽ നിന്ന് അവനൊരു അപ്രതീക്ഷിത കോൾ ലഭിച്ചു. ആ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷേ ഭീഷണികൾ നിറഞ്ഞതായിരുന്നു. നീ സത്യത്തിലേക്കുള്ള ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആഴത്തിലുള്ള ഒരു കുഴിയിലേക്ക് നീ അടുക്കും. രാജീവ് അത് ആരോടും പറഞ്ഞില്ല, പക്ഷേ ഉത്തരവാദിത്തം ഇരട്ടിച്ചതായി അവന് തോന്നി. ദിവസങ്ങൾ കടന്നുപോയി. രാജീവ്, വിജയ്, സുരേഷ് മാഷ് എന്നിവർ അവരുടെ കുടുംബത്തിന്റെ ഇരുണ്ട ഭൂതകാലത്തിലെ രഹസ്യങ്ങൾ പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ചു. അവർ സത്യത്തോട് കൂടുതൽ അടുത്തപ്പോൾ അവർ നേരിടുന്ന വെല്ലുവിളികൾ വർദ്ധിച്ചു. ഒരു വൈകുന്നേരം വിജയ് തന്റെ അച്ഛന്റെ പഴയ ഡയറികൾ പരിശോധിക്കുമ്പോൾ മാർഗദർശി ഒപ്പിട്ട ഒരു രഹസ്യക്കത്ത് അവൻ കണ്ടെത്തി. ആ കത്തിൽ രഹസ്യ മീറ്റിംഗുകളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അവിടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ തീരുമാനിച്ച ആളുകൾ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. വിജയ് രാജീവിനെ കണ്ട് താൻ കണ്ടെത്തിയതെല്ലാം അവനോട് പറഞ്ഞു. രാജീവ് പറഞ്ഞു, ഇതാണ് ഞാൻ ഭയപ്പെട്ടിരുന്നത്, പക്ഷേ നമ്മൾ പിന്മാറില്ല, നമ്മൾ ഈ വഴി തുടരും. അതേസമയം ഭീഷണി സന്ദേശങ്ങൾ തുടർന്നു. പക്ഷേ അവർക്ക് ഭയം കുറവായിരുന്നു. അവർക്ക് മുന്നോട്ടു പോകാൻ ദൃഢനിശ്ചയമുണ്ടായിരുന്നു. ആ ദിവസം നഗരം ശാന്തമായിരുന്നു. പദ്ധതിയുടെ ആസ്ഥാനത്ത് രാജീവ് സ്വയംസേവകരുടെയും ആവശ്യമുള്ളവരുടെയും മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകൾക്ക് അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. നഗരത്തിന്റെ മറ്റേ അറ്റത്ത് മാർഗദർശിയുടെ സഹായം കാരണം വിജയ് സംശയമുള്ള സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കുന്നത് തുടർന്നു. വിജയ് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് നോക്കി പറഞ്ഞു, ഈ അക്കൗണ്ടുകൾ നമുക്കറിയാവുന്ന ചിലരുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർ പദ്ധതിക്ക് സംഭാവന നൽകി, പക്ഷേ അകത്തുനിന്ന് അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. രാജീവ് ഞെട്ടി. നമ്മൾ ഈ പേരുകൾ പുറത്തുവിടും, നമ്മൾ അവരെ പരസ്യമായി നേരിടും, രാജീവ് പറഞ്ഞു. അന്ന് രാത്രി രാജീവ് ഒരു അപ്രതീക്ഷിത പ്രസ് കോൺഫറൻസ് വിളിച്ചു ചേർത്തു. അവൻ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ശക്തമായ ശബ്ദത്തിൽ പറഞ്ഞു, നമ്മളിനി നിശബ്ദരായിരിക്കില്ല. ഞങ്ങളുടെ പക്കൽ രേഖകളും തെളിവുകളുമുണ്ട്. നമ്മുടെ നിശബ്ദത വാങ്ങാൻ ചിലർ സംഭാവനകൾ നൽകിയെന്നിട്ട് അകത്തുനിന്ന് നമ്മുടെ പദ്ധതിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അവർ നമ്മുടെ സുഹൃത്തുക്കളല്ല, മാറ്റത്തിന്റെ ശത്രുക്കളാണ്. പിന്നെ വിജയ് രേഖകൾ സ്ക്രീനിൽ കാണിച്ചു. പേരുകൾ പുറത്തുവന്നപ്പോൾ നിശബ്ദത തളം കെട്ടി. പിന്നെ അത് കോലാഹലമായി മാറി. ഗൂഢാലോചനക്കാരിൽ ഒരാൾ തന്റെ ഓഫീസിലിരുന്ന് വാർത്ത കാണുകയായിരുന്നു. അവൻ മേശപ്പുറത്ത് കൈകൊണ്ടിടിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ എല്ലാ പരിധികളും ലംഘിച്ചു. അവനെ താഴെ എത്തിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ആ ഗൂഢാലോചന ഒരു പുതിയ അപകടകരമായ ഘട്ടത്തിലേക്ക് കടന്നു. പ്രസ് കോൺഫറൻസിന് അടുത്ത ദിവസം രാവിലെ രാജീവിന്റെ വീട്ടിൽ പോലീസുകാർ വന്നു. ഔദ്യോഗിക സ്ഥാപനങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അവന് ഒരു അറസ്റ്റ് വാറന്റ് കൊടുത്തു.
രാജീവ് ശാന്തമായി അത് വായിച്ചു. എന്നിട്ട് പോലീസുകാരോട് പറഞ്ഞു, ഇത് സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, ഞാൻ തയ്യാറാണ്. പോലീസ് സ്റ്റേഷനിൽ ഓഫീസർ ചോദിച്ചു, നിങ്ങളുടെ ആരോപണ ലിസ്റ്റിൽ ബിസിനസ്സുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും പേരുകളുണ്ട്. നിങ്ങൾ പറഞ്ഞ വാക്കുകളുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? രാജീവ് ആത്മവിശ്വാസത്തോടെ മറുപടി പറഞ്ഞു, അവർക്കെതിരെ ഞാൻ നിശബ്ദനായിരുന്നെങ്കിൽ അതിന്റെ ഭീകരത എനിക്കറിയാമായിരുന്നു. മാധ്യമങ്ങൾ അറസ്റ്റിന്റെ വാർത്ത പ്രചരിപ്പിച്ചു. നഗരം വീണ്ടും രണ്ടായി വിഭജിക്കപ്പെട്ടു. രാജീവിനെ നായകനെന്ന് വിളിക്കുന്ന വരും ജനപ്രിയതയ്ക്ക് വേണ്ടി ഇത് ചെയ്യുന്നവനാണെന്ന് ആരോപിക്കുന്നവരും. പക്ഷേ വിജയ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു സത്യം പറയുന്ന പത്രപ്രവർത്തകരുടെ സഹായത്തോടെ അവൻ സത്യം പുറത്തുകൊണ്ടുവന്നു. സുരേഷ് മാഷ് ദൃഢനിശ്ചയത്തോടെ ആളുകളോട് പറഞ്ഞു, നമ്മൾ ഈ കഥ ഒരു അടിയോടെയാണ് തുടങ്ങിയത്. ഇന്നമ്മൾ ആ അടിയെ നീതിയുടെ ഒരു നിലവിളി കൊണ്ട് മറുപടി നൽകുന്നു. അന്ന് വൈകുന്നേരം രാജീവിനെ താൽക്കാലികമായി ജാമ്യത്തിൽ വിട്ടു. അവൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആളുകൾ അവനുവേണ്ടി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വിറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഒരു രാജ്യം നിശബ്ദത കൊണ്ട് കെട്ടിപ്പടുക്കില്ല, മറിച്ച് സത്യം കൊണ്ട് കെട്ടിപ്പടുക്കും. ആ വാക്കുകൾ ആളുകളുടെ ഹൃദയങ്ങളിൽ ഒരു പുതിയ ഊർജം നൽകി. രാജീവ് ക്ഷീണിച്ചു വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ അവന്റെ ഉള്ളിൽ അണയാത്ത ഒരു തീയുണ്ടായിരുന്നു. അവൻ തന്റെ മുറിയിൽ ഒറ്റയ്ക്കിരുന്നു. അവന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവൻ ഓർത്തു. വിജയ് ശാന്തമായി അവന്റെ അടുത്തേക്ക് വന്നു. അവന്റെ കയ്യിൽ ഒരു പുതിയ ഫയലുണ്ടായിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു, ഒരു ഉദ്യോഗസ്ഥനും പദ്ധതിയുടെ പ്രധാന ഫണ്ടറും തമ്മിലുള്ള രഹസ്യസംഭാഷണത്തിന്റെ റെക്കോർഡിംഗ് എനിക്ക് കിട്ടി. അവർ നിങ്ങളുടെ പേര് നശിപ്പിക്കാൻ ഒരു പദ്ധതി ഉണ്ടാക്കി. രാജീവ് അത്ഭുതത്തോടെ പറഞ്ഞു, എനിക്കിപ്പോൾ ഒന്നും അത്ഭുതമായി തോന്നുന്നില്ല. വിജയ് പറഞ്ഞു, ജനങ്ങൾക്ക് ഈ ഇരുട്ടിൽ അവരെ നയിക്കാൻ അവർക്ക് വിശ്വാസമുള്ള ഒരു മനുഷ്യനെയാണ് വേണ്ടത്. അതേസമയം ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്റെ ഓഫീസിൽ ഒരു അനുയായിയോട് ദേഷ്യത്തോടെ സംസാരിക്കുകയായിരുന്നു. അവൻ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. അവനെ താഴെ എത്തിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഒരു രഹസ്യ ഉറവിടത്തിലൂടെ ആ വാർത്ത രാജീവിലെത്തി. അവർ മൂന്നുപേരും ഒരുപാട് നേരം സംസാരിച്ചു. സുരേഷ് മാഷ് വിറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നമ്മളിപ്പോൾ ചിന്തിച്ചതിലും വലിയ അപകടത്തിലാണ്. നിങ്ങൾ രാക്ഷസന്മാരുമായിട്ടാണ് പോരാടുന്നത്. രാജീവ് ദൃഢമായി പറഞ്ഞു, നമ്മളിപ്പോൾ പിന്നോട്ടു പോയാൽ നമ്മളെ വിശ്വസിച്ച എല്ലാവരെയും നമ്മൾ വഞ്ചിക്കുകയായിരിക്കും. ഈ വിള്ളൽ തുടങ്ങി നമ്മൾ ഈ മതിൽ മുഴുവൻ തകർക്കും. അപ്പോൾ വിജയ് ഒരു ബുദ്ധിപരമായ പദ്ധതി മുന്നോട്ടുവെച്ചു. അഴിമതിയുടെ ഉള്ളിൽ നിന്നും ഒരാളുടെ സാക്ഷ്യം പുറത്തുവിടുക. അവൻ അവന്റെ സാക്ഷ്യം ഒരു വീഡിയോയായി റെക്കോർഡ് ചെയ്തു. അത് സോഷ്യൽ മീഡിയയിൽ തത്സമയം സംപ്രേഷണം ചെയ്തു. രാജ്യം മുഴുവൻ ഞെട്ടി. ആളുകൾ രാജീവിനു വേണ്ടി ശബ്ദമുയർത്തി. പക്ഷേ കൊടുങ്കാറ്റ് അടങ്ങിയിരുന്നില്ല. അന്ന് ഉച്ചക്ക് രാജീവിന്റെ ഒരു വ്യാജ വീഡിയോ പുറത്തുവന്നു. അതിൽ രാജീവ് അഴിമതി നിറഞ്ഞ പണത്തെക്കുറിച്ചും രഹസ്യ ഇടപാടുകളെക്കുറിച്ചും സംസാരിക്കുന്നതായി കാണിച്ചു. ആ വീഡിയോ കാട്ടുതീ പോലെ പ്രചരിച്ചു. രാജീവ് തന്റെ ഓഫീസിലിരുന്ന് കടുപ്പമേറിയ മുഖത്തോടെ ആ വീഡിയോ കണ്ടു. അവന്റെ കൈകൾ മേശയിൽ മുറുകെ പിടിച്ചിരുന്നു. വിജയ് ഭയത്തോടെ പറഞ്ഞു, ഈ വീഡിയോ വ്യാജമാണ്, പക്ഷേ പൊതുജനത്തിന് അത് മനസ്സിലാകില്ല. ആ നിമിഷം ഒരു ചെറുപ്പക്കാരൻ വാതിലിൽ വന്നു. അവൻ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ എഡിറ്ററായി ജോലി ചെയ്യുകയായിരുന്നു. ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയതാണ്, പക്ഷേ അത് ഇങ്ങനെ ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആളുകളുടെ പ്രതികരണം കണ്ടപ്പോൾ സത്യം പറയാൻ ഞാൻ തീരുമാനിച്ചു. അവൻ യഥാർത്ഥ വീഡിയോയുടെ കോപ്പികൾ കാണിച്ചു. ഉടൻ തന്നെ വിജയ് ഒരു പുതിയ വീഡിയോ ഉണ്ടാക്കി. അതിൽ രാജീവും ആ ചെറുപ്പക്കാരനും ഒരുമിച്ച് അവരുടെ കഥ പറഞ്ഞു. ആ വീഡിയോ ലൈവായി സംപ്രേഷണം ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാറ്റിന്റെ ദിശ പൂർണ്ണമായി മാറി. അന്ന് രാത്രി ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഒരാളെ അറസ്റ്റ് ചെയ്തു പ്രോസിക്യൂഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചു. രാജീവ് സുരേഷ് മാഷിന്റെയും വിജയുടെയും അടുത്തായിരുന്നു. എനിക്കിപ്പോൾ ഒന്നിനെയും ഭയമില്ല. നടക്കുന്നത് എന്റെ വിജയം മാത്രമല്ല, സത്യത്തിന്റെ വിജയമാണ്. സുരേഷ് മാഷ് ചിരിയോടെ പറഞ്ഞു. അത് ഒരു നീണ്ട രാത്രിക്ക് ശേഷം സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിറ്റേന്ന് കഥ ആരംഭിച്ചതിനുശേഷം ഏറ്റവും വലിയ ജനകീയ പ്രകടനം നടന്നു. ആയിരക്കണക്കിന് ആളുകൾ നഗരത്തിലെ ഒരു വലിയ മൈതാനത്ത് ഒത്തുകൂടി. മാറിയ ഒരാളെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് എഴുതിയ ബോർഡുകൾ അവർ പിടിച്ചിരുന്നു. രാജീവ് ഒരു ചെറിയ സ്റ്റേജിൽ നിന്ന് ആൾക്കൂട്ടത്തെ നോക്കി. അവന്റെ ശബ്ദം ദുഃഖം കൊണ്ട് നിറഞ്ഞിരുന്നു. തന്നെ ഒരിക്കൽ വെറുത്തിരുന്ന ആളുകൾ ഇപ്പോൾ അവന്റെ പേര് വിളിച്ച് ആർപ്പ് വിളിക്കുന്നത് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സുരേഷ് മാഷ് അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, കണ്ടോ, അഹങ്കാരം തകരുമ്പോൾ ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കും. രാജീവ് തന്റെ നിശബ്ദത വെടിഞ്ഞു. സുഹൃത്തുക്കളെ, ഞാൻ തെറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ്. ഞാൻ ഒരു ദിവസം അഹങ്കാരത്തിന് അടിമപ്പെട്ടു. പക്ഷേ ആ അടി ഒരർത്ഥമില്ലാതെ പോകാൻ ഞാൻ സമ്മതിച്ചില്ല. അത് എന്നെ വേദനിപ്പിച്ചു, പക്ഷേ അതെന്നെ ഉണർത്തി. അവൻ തുടർന്നു, ഈ പദ്ധതി എന്റെ തലനിങ്ങളുടെയാണ്.
ഇത് നിങ്ങളാണ് ഉണ്ടാക്കിയ തിങ്ങളാണ് ഇതിനെ സംരക്ഷിച്ചതെന്ന് നിങ്ങളിത് ഭാവിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അതേസമയം വിജയ് മറ്റൊരു അത്ഭുതത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ പാവപ്പെട്ടവർക്കും സാമൂഹിക പ്രവർത്തനങ്ങൾക്കുമെതിരെയുള്ള ഗൂഢാലോചനയിൽ ഏർപ്പെട്ടുവെന്ന് തെളിയിക്കുന്ന രേഖകൾ അവൻ ശേഖരിച്ചു. വൈകുന്നേരം ലൈവ് സംപ്രേഷണത്തിൽ രേഖകൾ കാണിച്ചു. ആ ശബ്ദം രാജീവിന്റെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും ശബ്ദമായി മാറി. അതിനുശേഷം അഴിമതിക്കാരായ ഒരു വലിയ നേതാവ് രാജിവെച്ചു പഴയ ഫയലുകൾ ഔദ്യോഗികമായി അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. അന്ന് രാത്രി രാജീവ് തന്റെ മേശപ്പുറത്തിരുന്ന ഒരു ചെറിയ ചിത്രം നോക്കി. അത് അധ്യാപകനെ മുഖത്തടിച്ച ദിവസത്തെ അവന്റെ ചിത്രമായിരുന്നു. അവൻ സ്വയം മന്ത്രിച്ചു, സത്യത്തിന് ഒരുപാട് വില നൽകേണ്ടിവരും. പക്ഷേ അതിനുവേണ്ടി ജീവിക്കാൻ കഴിയുമെങ്കിൽ അതുമാത്രമേ ആവശ്യമുള്ളൂ. ആ രാത്രി രാജീവ് തന്റെ പുതിയ ഓഫീസ് മുറിയിൽ കൂട്ടുകാരുമായി മീറ്റിംഗ് നടത്തി. സുരേഷ് മാഷ് ഒരു കോണിലിരുന്നു പുഞ്ചിരിക്കുകയായിരുന്നു. വിജയ് വന്ന പ്രതികരണങ്ങൾ പരിശോധിക്കുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്ന് രാജീവ് വ്യക്തമായ ശബ്ദത്തിൽ പറഞ്ഞു, ആദ്യം ആ അധ്യാപകന്റെ മുഖത്തടിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്റെ അഹങ്കാരം മാത്രമല്ല, ഒരാൾ എന്നെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചു. അയാൾ എന്റെ ഒരു ബിസിനസ് പങ്കാളിയായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, ആളുകളുടെ മുന്നിൽ ദയ കാണിക്കുന്നത് എന്റെ പ്രതിച്ഛായയെ ദുർബലപ്പെടുത്തും. വിജയ് നടുക്കത്തോടെ ശ്വാസം വിട്ടു. സുരേഷ് മാഷ് ശാന്തമായി ചോദിച്ചു, നീ അയാളെ അനുസരിച്ചോ? രാജീവ് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഞാൻ ആ സമയത്ത് ദുർബലനായിരുന്നു. പണമാണ് ഏറ്റവും വലിയ സംരക്ഷക കവചമെന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഞാനല്ലേ, എന്റെ മനസാക്ഷി കൂടിയാണ് അവിടെ അടികൊണ്ടത്. കുറച്ചുനേരം നിശബ്ദത തളം കെട്ടി. വിജയ് പറഞ്ഞു, എന്താണ് മാറിയത്? രാജീവ് തല ഉയർത്തി കണ്ണുനീരോടെ അവരെ നോക്കി. നിങ്ങൾ ആൺജനങ്ങളാണ്, അധ്യാപകനാണ്, നിങ്ങൾക്ക് ഓടിപ്പോകാൻ കഴിയാത്ത സത്യമാണ്. എന്റെ മനസാക്ഷി ഇന്നെന്നെ വാങ്ങാൻ ശ്രമിച്ച എല്ലാവരെക്കാളും ശക്തമാണ്. സുരേഷ് മാഷ് അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ കൈവച്ചു. കുറ്റസമ്മതം നിന്നെ ദുർബലനാക്കില്ല മോനെ, അത് നിന്നെ ശുദ്ധമാക്കും. നീ നിന്നെ തന്നെ നേരിട്ടപ്പോൾ നീ ശരിയായ വഴിയിലായി. ആ നിമിഷം വിജയുടെ ഫോൺ റിംഗ് ചെയ്തു. ഒരു കൂട്ടം ആളുകളുടെ അറസ്റ്റ് ആരംഭിച്ചെന്നും അവർ നൽകിയ രേഖകളും തെളിവുകളും ഔദ്യോഗികമായി അന്വേഷണത്തിനായി ഫയൽ ചെയ്തെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്ന് അറിയിച്ചു. വിജയ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണക്കുകൾ തീർക്കാൻ സമയമായി. രാജീവ് പതുക്കെ പറഞ്ഞു, ഞാൻ മുഖത്തടിച്ച അധ്യാപകനെ നേരിട്ട് കണ്ട് ക്ഷമ ചോദിക്കാതെ എനിക്ക് സമാധാനം ലഭിക്കില്ല. സുരേഷ് മാഷ് പറഞ്ഞു, അത് നീ ശരിയായ സമയത്ത് ചെയ്യും. എന്നിട്ട് അവൻ എഴുന്നേറ്റ് പറഞ്ഞു, ഓർക്കുക, നീ ചെയ്ത അടി ഒരു തെറ്റായിരുന്നില്ല, മറിച്ച് എല്ലാ ക്ഷമകളേക്കാളും ആഴത്തിലുള്ള ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത്. ഒരു വെള്ളിയാഴ്ച ഉച്ചക്ക് രാജീവ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു പോസ്റ്റ് ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത അതേ സ്ഥലത്ത് ഞാൻ നിൽക്കും. ക്യാമറകളെയല്ല, സത്യത്തെ ഞാൻ നേരിടും. ആ പോസ്റ്റ് കാട്ടുതീ പോലെ പ്രചരിച്ചു. ആളുകൾ മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ആ സ്ഥലത്ത് തടിച്ചുകൂടി. രാജീവ് ശാന്തനായി സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചാത്തുനിന്നു. പിന്നെ അധ്യാപകൻ പ്രത്യക്ഷപ്പെട്ടു. രാജീവ് അവന്റെ അടുത്തേക്ക് പോയി ബഹുമാനത്തോടെ കുനിഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഉറക്കെ പറഞ്ഞു, ഗുരു, ഞാൻ എന്റെ കൈകൊണ്ട് നിങ്ങളുടെ മുഖത്തടിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ മനുഷ്യത്വത്തെയാണ് അടിച്ചതെന്റെ മനസാക്ഷിയെ ചവിട്ടിമെതിച്ചു. അവൻ തുടർന്നു, ഞാൻ നിങ്ങളോട് മാത്രമല്ല ക്ഷമ ചോദിക്കുന്നത്. അപമാനിക്കപ്പെട്ട ഓരോ വൃദ്ധനോടും വാക്കോ നോട്ടമോ കൊണ്ട് അടികൊണ്ട ഓരോ പാവപ്പെട്ടവനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവൻ കൂടുതൽ അടുത്തുപോയൊരു മുട്ടുകുത്തിയിരുന്നു. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൈയിൽ ഒരു ചുംബനം നൽകാൻ ആഗ്രഹിക്കുന്നു. അധ്യാപകൻ ഒരു പുഞ്ചിരിയോടെ അവന്റെ കൈ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, അടി മറന്നുപോകും, പക്ഷേ ഹൃദയത്തിൽ നിന്ന് വരുന്ന ക്ഷമ ആരും മറക്കില്ല. എഴുന്നേൽക്കൂനി മാറിയ മനുഷ്യനാണിന്റെ മാറ്റം മാത്രം എനിക്ക് മതി. എന്നിട്ട് അവൻ തന്റെ കൈ രാജീവിന്റെ തോളിൽ വെച്ച് പറഞ്ഞു, ഞാൻ നിനക്കന്ന് ക്ഷമ നൽകിയത് നിന്റെ അഹങ്കാരത്തിന് പിന്നിൽ ഒരു വഴിതെറ്റിയ ഹൃദയം ഞാൻ കണ്ടതുകൊണ്ടാണ്. ഇന്ന് ഞാൻ കാണുന്നു, ആ ഹൃദയം മടങ്ങി വന്നിരിക്കുന്നു. രാജീവ് ആ അധ്യാപകനെ കെട്ടിപ്പിടിച്ചു. നഗരം വർഷങ്ങളോളം ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു രംഗത്തിൽ മുഴുകി. അന്ന് വൈകുന്നേരം ഒരു പ്രശസ്തനായ പത്രപ്രവർത്തകൻ ഒരു ലേഖനമെഴുതി. പണം ആത്മാഭിമാനത്തെ അടിച്ച നഗരത്തിൽ മനസാക്ഷി ക്ഷമ ചോദിക്കാൻ വന്നു. ആ ചരിത്രപരമായ കൂടിക്കാഴ്ചയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നഗരം ഒരു പുതിയ രീതിയിൽ ജീവിതത്തിലേക്ക് മടങ്ങി. ബഹുമാനം, ശാന്തത, മാറ്റത്തിനുള്ള മനുഷ്യന്റെ കഴിവിലുള്ള അത്ഭുതം, ഇതെല്ലാം നഗരത്തിലുണ്ടായിരുന്നു. രാജീവ് യഥാർത്ഥ മാറ്റത്തിന്റെ പ്രതീകമായി മാറി. ഒരു ദിവസം വൈകുന്നേരം രാജീവിന് ഒരു അടിയന്തര കോൾ ലഭിച്ചു. അധ്യാപകനെ ഹൃദയസംബന്ധമായ ഒരു അസുഖം കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജീവ് കാറോ ഡ്രൈവറോ ഇല്ലാതെ ആശുപത്രിയിലേക്ക് ഓട്ടി. ഐസിയുവിലേക്ക് കടന്നപ്പോൾ അധ്യാപകൻ ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖം വിളറി, പക്ഷേ അവന്റെ കണ്ണുകൾക്ക് അതേ ശാന്തതയുമുണ്ടായിരുന്നു.
നിങ്ങളിപ്പോൾ പോകരുത്, നിങ്ങളുടെ വേർപാട് ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല, രാജീവ് പറഞ്ഞു. അധ്യാപകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ തയ്യാറാണ്. അവന്റെ ദൗത്യം പൂർത്തിയാക്കിയ ആരും പോകാൻ തയ്യാറെടുക്കും. എന്നിട്ട് അവൻ അടുത്തേക്ക് വരാൻ രാജീവിനോട് ആവശ്യപ്പെട്ടു. അവൻ അവന്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, പണം ഒരു മനുഷ്യനെയും ഉണ്ടാക്കില്ല, പക്ഷേ നന്മ അത് ചെയ്യും. നീ തുടങ്ങിയത് പൂർത്തിയാക്കുക. ഇന്നലത്തെ അഹങ്കാരം നിന്നെ വീണ്ടും തട്ടിക്കൊണ്ടുപോകാതിരിക്കട്ടെ. രാജീവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് കൂടുതൽ കാലം ജീവിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു. അധ്യാപകൻ ചിരിയോടെ മറുപടി പറഞ്ഞു, ജീവിതം വാങ്ങാൻ കഴിയില്ല മോനെ, പക്ഷേ സത്യസന്ധതയോടെ ജീവിച്ചാൽ അത് മറ്റുള്ളവർക്ക് നൽകാം. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അധ്യാപകന്റെ ഹൃദയം നിലച്ചു. ഡോക്ടർ രാജീവിനെ നോക്കി ദുഃഖത്തോടെ പറഞ്ഞു, അദ്ദേഹം പോയി, പക്ഷേ അദ്ദേഹം പൂർണ്ണ തൃപ്തിയോടെയാണ് പോയത്. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം രാജീവ് ഒരു ചെറിയ സ്റ്റേജിൽ നിന്ന് പ്രഖ്യാപിച്ചു, ഇന്ന് ഞാൻ ഔദ്യോഗികമായി സുരേഷ് മാനുഷിക ഫൗണ്ടേഷൻ ആരംഭിക്കുന്നു. അത് വൃദ്ധർക്കും ആവശ്യമുള്ളവർക്കും വേണ്ടി ഒരു സ്ഥിരമായ പദ്ധതിയായിരിക്കും. ആരുടെയും പേരോ പണമോ ചോദിക്കില്ല. അവൻ ഒരു നിമിഷം നിശബ്ദനായി. ഇതൊരു പ്രായശ്ചിത്തമല്ല, മറിച്ച് ഒരു ഉപദേശമാണ്. ഒരു മനുഷ്യൻ എത്ര വലിയവനാകുമെന്ന് എന്നെ പഠിപ്പിച്ച ഒരാളുടെ ഉപദേശം. 3 വർഷം കഴിഞ്ഞപ്പോൾ രാജീവ് ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു പൊതുവ്യക്തിയായി മാറി. അവൻ മാറ്റത്തിന്റെ പ്രതിച്ഛായയുമായി ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് യാത്ര ചെയ്തു. ആ പണത്തിന്റെ പേരിലായിരുന്നില്ല, മറിച്ച് ഒരു അധ്യാപകൻ പഠിപ്പിച്ച മൂല്യങ്ങളുടെ പേരിലായിരുന്നു. തന്റെ പുതിയ വീട്ടിൽ ഒരു ദിവസം വൈകുന്നേരം രാജീവ് ഒരു പഴയ മരപ്പെട്ടിയിലെ സാധനങ്ങൾ വൃത്തിയാക്കുമ്പോൾ ഒരു ചെറിയ മഞ്ഞ കവർ അവൻ കണ്ടെത്തി. അതിൽ സുരേഷ് മാഷിന്റെ കൈയക്ഷരത്തിൽ എഴുതിയിരുന്നു, എന്റെ മരണത്തിന് 3 വർഷങ്ങൾക്ക് ശേഷം ഇത് തുറക്കുക. രാജീവ് അത്ഭുതപ്പെട്ടു. അവൻ അത് തുറന്നു. അതിൽ സുരേഷ് മാഷിന്റെ കൈയക്ഷരത്തിൽ എഴുതിയ ഒരു ചെറിയ പേപ്പർ ഉണ്ടായിരുന്നു. അതിലെഴുതിയിരുന്നു, മോനെ, ഞാൻ നിനക്ക് ക്ഷമ നൽകിയത് നിന്റെ അടിക്ക് പിന്നിൽ ഒരു തകർന്ന ഹൃദയം ഞാൻ കണ്ടതുകൊണ്ടാണ്. നീ ഒരു വഴിതെറ്റിയ മനുഷ്യനായിരുന്നില്ല, മറിച്ച് പണത്തിൽ കിട്ടാത്ത സ്നേഹത്തിനു വേണ്ടിയും പ്രശസ്തിയിൽ കിട്ടാത്ത ഒരു അർത്ഥത്തിനു വേണ്ടിയും നീ തേടുകയായിരുന്നു. പക്ഷേ ഓർക്കുക, യഥാർത്ഥ അവസാനം ക്ഷമ ചോദിക്കുന്നതിലോ കൊടുക്കുന്നതിലോ അല്ല, മറിച്ച് നീ ഈ വെളിച്ചം മറ്റുള്ളവർക്ക് നൽകുന്നതിലാണ്. ഞാൻ മരിച്ചാൽ എന്റെ സന്ദേശം മരിക്കാൻ അനുവദിക്കരുത്. ആരെങ്കിലും അടിക്ക് മുൻപ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് പറയുക, ഞാനൊരു കണ്ണാടിയില്ലാത്ത മനുഷ്യനായിരുന്നു എന്ന്. രാജീവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ നിലത്തിരുന്ന് ആ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ ആകാശത്തേക്ക് നോക്കി മന്ത്രിച്ചു, ഞാൻ സുഖപ്പെട്ടു. പക്ഷേ ഗുരുനിങ്ങൾ എന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പോയില്ല. എന്നിട്ട് അവൻ എഴുന്നേറ്റ് തന്റെ അവസാന പോസ്റ്റ് എഴുതി, ഈ കഥ തുടങ്ങിയത് ഞാനൊരു അധ്യാപകന്റെ മുഖത്തടിച്ചപ്പോൾ അല്ല, മറിച്ച് ജീവിതമെന്നെ അടിച്ചപ്പോൾ അധ്യാപകൻ ക്ഷമ നൽകിയപ്പോൾ ആണ്. ഞാൻ എന്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ ഇത് വായിക്കുന്ന, കാണുന്ന, കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ നിങ്ങളുടെ കഥ ആരംഭിക്കുക.